ഇറ്റ് വാസ് എ സീക്രട്ട് മന്ത്ര ചാർജ്ഡ് വിത്ത് മൈറ്റി പവർ റിവീൽഡ് അഗെയിൻ ടു ദി നേഷൻ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആസ് എ ഋഷി. വന്ദേ മാതരത്തെക്കുറിച്ച് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് മഹർഷി അരവിന്ദനാണ്. അതായത് അനാദികാലം മുതൽ, ഒരുപക്ഷെ വേദകാലത്തിന് മുമ്പ് മുതൽ ഭാരതത്തിലുണ്ടായിരുന്ന മഹത്തായ ഒരു സങ്കല്പത്തിൻ്റെ പുനരാവിഷ്കരണമാണ് വന്ദേ മാതരത്തിലൂടെ ബങ്കിം ചന്ദ്രൻ നിർവഹിച്ചത് എന്നാണ് അരവിന്ദ മഹർഷി പറഞ്ഞു വെച്ചത്. അതായത് നമ്മൾ അഥർവവേദത്തിൽ കേട്ടിട്ടുള്ള മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ, പിന്നീട് വിഷ്ണു പുരാണത്തിലേക്ക് വന്നാൽ, പുരാണ കാലഘട്ടത്തിലേക്ക് വന്നാൽ വിഷ്ണു പുരാണത്തിൽ വിശദീകരിക്കുന്ന ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രൈശ്ചൈവ ദക്ഷിണം വർഷം തത് ഭാരതം നാമ ഭാരതി തത്ര സന്തതി. ഇതിലൂടെയൊക്കെ ഒന്ന് കണ്ണോടിച്ചാൽ ഭാരതം അമ്മയാണെന്നും നമ്മളെല്ലാം ആ ഭാരതമാതാവിൻ്റെ മക്കളാണെന്നും വേദകാലം മുതൽ ആചാര്യന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നു. ഭാരതത്തിൽ ഇതിഹാസങ്ങളാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും സാഹിത്യ സൃഷ്ടികളിലാണെങ്കിലും ഒക്കെ ഈ ഭാവത്തെ, മാതാവ് പുത്രൻ, ഈ ബന്ധത്തെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ മാതൃസങ്കല്പങ്ങൾ, പഞ്ചമാതൃസങ്കല്പങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ള തുളസിയാണെങ്കിലും ഗംഗാനദിയാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും ഭൂമിയാണെങ്കിലും ഗോവാണെങ്കിലും ഒക്കെ അമ്മയായി കരുതി ആരാധിച്ചു വരുന്ന ഒരു പാരമ്പര്യം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അനാദികാലം മുതൽ ഭാരതത്തിൻ്റെ സവിശേഷതയാണ്. ആ സവിശേഷതയിൽ നിന്നുകൊണ്ട് ഭാരത മാതാവിനെ ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും ഈ മക്കളെ പരിപാലിക്കുന്ന സ്വന്തം അമ്മയായി എത്ര മനോഹരമായാണ് ബങ്കിം ചന്ദ്രൻ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടിയത്. വന്ദേ മാതരത്തിൻ്റെ 150ാമത് വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ കേവലം ഒരു കവിയായോ വന്ദേ മാതരത്തെ കേവലം ഒരു കവിതയായോ മാത്രം കാണാൻ ഭാരതീയന് കഴിയുകയില്ല. 1875 നവംബർ മാസം 7-ാം തീയതി വന്ദേ മാതരം രചിക്കുകയായിരുന്നില്ല, വന്ദേ മാതരത്തിൻ്റെ പിറവി ഉണ്ടാവുകയായിരുന്നു. ഒരു കുഞ്ഞ് ഈ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് വന്നു വീഴുന്നത് പോലെ ആ കുഞ്ഞിൽ നിന്ന് ഊർജം പ്രസരിച്ച് മുഴുവൻ ഭാരതീയനും ആത്മബോധത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ, ദേശസ്നേഹത്തിൻ്റെയൊക്കെ കിരണങ്ങൾ സൂര്യഭഗവാൻ പകർന്നു നൽകുന്നത് പോലെ വന്ദേമാതരം ആളിപ്പടരുകയായിരുന്നു. 7 വർഷങ്ങൾക്ക് ശേഷമാണ് ആനന്ദമഠത്തിലൂടെ വന്ദേമാതരം പുറത്തു വരുന്നത്. സ്വത്വബോധത്തിലൂന്നി നിന്നുകൊണ്ട്, അഥവാ ഞാൻ ആരാണ്, ഞാൻ ഏതു രാഷ്ട്രത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യം എന്താണ്, ചരിത്രം എന്താണ് എന്ന ബോധ്യം, പൂർണ്ണമായ ബോധ്യമുള്ള ഒരു ഭാരതീയന് മാത്രമേ രാഷ്ട്രത്തിൻ്റെ സമഗ്രമായ വികാസത്തിൽ പങ്കാളിയാവാൻ സാധിക്കൂ. അഥവാ സ്വത്വബോധത്തിൽ ഊന്നി നിന്നുകൊണ്ട് വേണം രാഷ്ട്രത്തിൻ്റെ സമഗ്രമായ വികാസം. അത് വൈജ്ഞാനിക രംഗത്താണെങ്കിലും അതേപോലെ സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ അത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ സ്വത്വബോധത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാവണമെന്ന് ആദ്യമായി എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ദേശാത്മക ബോധം എന്നായിരുന്നു. ദേശാത്മക ബോധത്തിൻ്റെ രചയിതാവും ബങ്കിം ചന്ദ്ര ചാറ്റർജി തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ തൻ്റെ തൂലികത്തുമ്പിൽ നിന്നും അടർന്നു വീഴുന്ന വാക്കുകളെ ദേശീയ മുദ്രാവാക്യങ്ങളാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് കോടി കോടി മനുഷ്യരുടെ ഉള്ളിലേക്ക് അതിനെ പകർന്നു കൊടുത്തുകൊണ്ട് സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുവാൻ അവരെ സജ്ജരാക്കുന്ന മഹാസൃഷ്ടിയായിരുന്നു ഓരോന്നും അദ്ദേഹത്തിൽ നിന്നും പുറത്തു വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വന്ദേമാതരം രചിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്നായിരുന്നു. 1875 നിന്നും 30 വർഷങ്ങൾക്ക് ശേഷം 1905 ബ്രിട്ടീഷുകാരൻ ബംഗാളിനെ വിഭജിച്ചു. ബംഗാൾ എന്ന് പറയുന്നത് ഇന്ന് നാം കാണുന്ന ബംഗാളായിരുന്നില്ല. ഇന്ന് നാം കാണുന്ന ബംഗാളും ബംഗ്ലാദേശും എല്ലാം അടങ്ങുന്ന ഈ ഭൂപ്രദേശം, വംഗദേശം എന്നറിയപ്പെടുന്ന ഭൂപ്രദേശത്തെ ജാതീയമായി വിഭജിക്കാനുള്ള സാധ്യത 1% പോലും ഇല്ല എന്ന് ബ്രിട്ടീഷുകാരന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുവിനെയും മുസൽമാനെയും അവർ ജീവിക്കുന്ന ഭൂപ്രദേശങ്ങൾ രണ്ടായി തീരട്ടെ എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിൽ അവൻ രാഷ്ട്രത്തെ, ബംഗാളിനെ വെട്ടിമുറിച്ചു. നമുക്കറിയാം, വന്ദേമാതരം രചിക്കുന്ന നേരം
ഈ വംഗദേശത്തെ 7.5 കോടി ജനങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ അമ്മയായി, അവരുടെ മാതാവായി വങ്കാ മാതാവിനെ കണ്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ രചന 30 വർഷങ്ങൾക്ക് ശേഷം ബംഗാളിനെ വിഭജിച്ചപ്പോൾ ഈ ഗീതം ആദ്യം സപ്തകോടി കണ്ഠ കളകള നിനാദ കരാളെ എന്നെഴുതിയിരുന്നിടത്തു നിന്ന് കോടി കോടി കണ്ഠ കളകള നിനാദ കരാളെ എന്നായി പാടിയെങ്കിൽ ആ ഋഷിയുടെ ദീർഘവീക്ഷണം തന്നെയാണ് വങ്കാമാത 30 വർഷങ്ങൾക്ക് ശേഷമായപ്പോഴേക്കും ഭാരതമാതാവായി മാറിക്കഴിഞ്ഞിരുന്നു. വന്ദേ മാതരം കേവലം ഒരു വാക്യം മാത്രമായിരുന്നില്ല, അതൊരു ദേശീയ മുദ്രാവാക്യമായി മുഴുവൻ ഭാരതവും ഏറ്റെടുത്തതിന് നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബംഗാളിനെ വിഭജിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് മുസൽമാനും ഹിന്ദുവും അവരുടെ മാതൃസങ്കല്പങ്ങളിൽ ഒന്നായ ഗംഗാ നദിയിൽ കുളിച്ച് തോർത്തി അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നു, നിങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രത്തെ വെട്ടിമുറിക്കാൻ കഴിയില്ല. ഏതാണ്ട് ഈ രാഷ്ട്രത്തെ വെട്ടിമുറിക്കാൻ നിങ്ങൾക്ക് എന്നെ വെട്ടിമുറിക്കേണ്ടി വരും എന്ന് അഭിപ്രായപ്പെട്ട മഹാത്മാഗാന്ധിയെ പോലെ രാഷ്ട്രത്തെ വെട്ടിമുറിക്കാൻ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ പിന്നിലെ ചാലകശക്തിയായി നിന്നിരുന്നതും ഇതേ വന്ദേമാതരം തന്നെയായിരുന്നു. അതുകൊണ്ട് ബംഗാൾ വിരുദ്ധ പ്രക്ഷോഭം വന്ദേമാതര പ്രക്ഷോഭം എന്നാണ് അറിയപ്പെട്ടത്. വന്ദേമാതരത്തിൻ്റെ അലയൊലികൾ ഭാരതമെമ്പാടും മുഴങ്ങിക്കേട്ടപ്പോൾ ഇങ്ങ് തമിഴ്നാട്ടിൽ കോറൽ മിൽസിൽ അവിടെ ഒരു തൊഴിലാളി പ്രക്ഷോഭം നടന്നു. 1908 ഫെബ്രുവരി മാസം 27-ാം തീയതിയാണ് ചെന്നൈയിൽ കോറൽ മിൽസിൽ തൊഴിലാളി പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച കരിനിയമത്തിനെതിരെ തൊഴിലാളികൾ ഒന്നടങ്കം പ്രതിഷേധിക്കുമ്പോൾ അവരെ നയിച്ച രാഷ്ട്രീയ മുദ്രാവാക്യത്തിൻ്റെ പേരും വന്ദേമാതരം എന്ന് തന്നെയായിരുന്നു. 1907 മാഡം ഭിക്കാജി ഗാമ ബെൽജിയത്തിൽ, ഭാരതത്തിന് പുറത്ത് ബെൽജിയത്തിൽ ആദ്യമായി ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോൾ ആ ത്രിവർണ്ണ പതാകയിലും വന്ദേമാതരം എന്ന് ആലേഖനം ചെയ്തിരുന്നു. 1908 മുംബൈയിൽ ബാലഗംഗാധര തിലകൻ അറസ്റ്റിലാവുമ്പോൾ മുംബൈ കോടതി പരിസരത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വന്ദേമാതരം മുഴക്കിയതും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് 1914 അദ്ദേഹം ജയിൽ മോചിതനാവുന്ന നേരം ജയിലിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം ജനങ്ങൾ വന്ദേമാതരം മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചതും ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. 1909 മദൻലാൽ ധീംഗ്ര തൂക്കിലേറ്റപ്പോൾ വന്ദേമാതരം മുഴക്കിക്കൊണ്ടാണ് ആ കഴുമരത്തെ ചുംബിച്ചുകൊണ്ട് ഈ ദേശസ്നേഹത്തിൻ്റെ ഹോമാഗ്നിയിൽ സ്വജീവിതം അദ്ദേഹം സമർപ്പിച്ചത്. 1909 തന്നെ ജനീവയിൽ നിന്നിറങ്ങിയ ഒരു മാഗസിൻ്റെ പേര് തന്നെ വന്ദേമാതരം എന്നായിരുന്നു. 1912 ഗോപാലകൃഷ്ണ ഗോഖലെ സൗത്ത് ആഫ്രിക്ക സന്ദർശിക്കുന്ന സമയത്ത് അവിടുത്തെ ദേശസ്നേഹികളായ മനുഷ്യർ അദ്ദേഹത്തെ സ്വീകരിച്ചത് വന്ദേമാതരം പാടിക്കൊണ്ടായിരുന്നു. 1950 ജനുവരി 24 പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സംസാരിക്കുമ്പോഴും വന്ദേമാതരം പൂർണ്ണമായും പാടിക്കൊണ്ടാണ് അദ്ദേഹം ഭാരതത്തെ അഭിസംബോധന ചെയ്തത്. എന്നു മുതലാണ് വന്ദേമാതരം ഈ മുഴുവനായി ആലപിക്കുന്നതോ അല്ലെങ്കിൽ വന്ദേമാതരം എന്ന പേര് തന്നെയോ ഭാരതത്തിൽ വിഭിന്നമായ ഒരു ശബ്ദം കേട്ടു തുടങ്ങിയത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ 1909 ലീഗിൻ്റെ ദേശീയ സമ്മേളനത്തിലാണ് എന്ന് കാണാൻ സാധിക്കും. 1909 ലീഗ് ആവശ്യപ്പെടുകയാണ് വന്ദേമാതരത്തെ നിരോധിക്കണം. വന്ദേമാതരത്തിനുള്ളിലെ ചില പരാമർശങ്ങൾ അത് തങ്ങളുടെ മതത്തിന് എതിരായതുകൊണ്ട് നിരോധിക്കണം. കോൺഗ്രസ് അത് ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം. അക്കാലത്ത് 1923 കോൺഗ്രസ് സമ്മേളനത്തിൽ ലീഗ് ആവശ്യപ്പെടുന്നു പ്രമേയത്തിലൂടെ വന്ദേമാതരത്തെ നിരോധിക്കണം. പക്ഷേ ദേശസ്നേഹികളായ നിരവധിയായിട്ടുള്ള മനുഷ്യരുണ്ടായിരുന്ന ഒരു വലിയ പ്രസ്ഥാനം എന്ന നിലയിൽ അത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. എന്നാലും കോൺഗ്രസിൽ അത്തരത്തിലുള്ള അഭിപ്രായക്കാരുണ്ടായിരുന്നു. അവരുടെ അഭിപ്രായം ബഹുഭൂരിപക്ഷം പേരുടെ അഭിപ്രായത്തിൽ മുങ്ങിപ്പോയി എന്ന് വേണം നമ്മൾ കരുതാൻ. 1937 പിന്നീട്
വീണ്ടും ഇതേ ആവശ്യമുയർന്നു. ദേശീയ രാഗത്തിൽ 1986 ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരം ആലപിച്ച രവീന്ദ്രനാഥ ടാഗോർ തന്നെ ഏതാണ്ട് 1936 വരെ കോൺഗ്രസിൻ്റെ എല്ലാ ദേശീയ സമ്മേളനങ്ങളിലും വന്ദേമാതരം മുഴങ്ങിക്കൊണ്ടിരുന്നു എങ്കിൽ 1937 കോൺഗ്രസ് സമ്മേളനത്തിൽ ആവശ്യമുയരുകയാണ് വീണ്ടും വന്ദേമാതരത്തെ നിരോധിക്കണം. ടാഗോർ വന്ദേമാതരം പാടുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയ മുസ്ലിം ലീഗ് നേതാവിൻ്റെ പേര് മൗലാന മുഹമ്മദ് അലി എന്നായിരുന്നു. മൗലാന അബുൽ കലാം ആസാദ് അവിടെ ഇരുന്ന് ഈ വന്ദേമാതരത്തെ കേൾക്കുമ്പോൾ മൗലാന മുഹമ്മദ് അലി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്ന് മനസ്സിലാക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് വന്ദേമാതരം തൻ്റെ മതത്തിനെതിരായിരുന്നെങ്കിൽ മൗലാന അബുൽ കലാം ആസാദിനും അത് ബാധകമായിരുന്നു. ഖുറാനിൽ തന്നെ പരാമർശിക്കുന്ന സത്യസന്ധതയുടെയും അതേപോലെ ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഭാരതാവനിയെ വന്ദേമാതരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ട ആളായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമുക്കറിയാം, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യ പുലരിയിൽ ആകാശവാണിയിലൂടെ വന്ദേമാതരം കേട്ടുകൊണ്ടാണ് ഭാരതീയൻ ഉണർന്നത്. ആകാശവാണിയിലൂടെ വന്ദേമാതരം സംപ്രേഷണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ, അത് പാടണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഓംകാർനാഥ് താക്കൂർ സർക്കാരിനോട് അദ്ദേഹത്തിൻ്റെ ഒരു റിക്വസ്റ്റ് അദ്ദേഹം മുമ്പോട്ട് വെച്ചു. അതിങ്ങനെയായിരുന്നു: പൂർണ്ണമായി വന്ദേമാതരം പാടാൻ കഴിയുമെങ്കിൽ മാത്രമേ ഞാനത് പാടൂ. പട്ടേൽ പൂർണ്ണമായി തന്നെ പാടാനുള്ള അനുമതി നൽകി. നിർബന്ധമായും നിങ്ങൾ വന്ദേമാതരം പൂർണ്ണമായി തന്നെ ആലപിക്കണം എന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഈ 1947 ഓഗസ്റ്റ് 15 തന്നെ ഈ നിരോധിക്കപ്പെട്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ വന്ദേമാതരം പൂർണ്ണമായി ആകാശവാണിയിലൂടെ ആലപിച്ചു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് 1975 നമുക്കറിയാം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയം. ഭാരതത്തിലെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഏവരെയും കൽത്തുറുങ്കിലേക്ക് അടച്ചുകൊണ്ട് അപ്രഖ്യാപിതമായ പാരതന്ത്ര്യത്തിൻ്റെ വലിയ ഭാരം അടിച്ചേൽപ്പിക്കുന്ന സമയത്തും ഭാരതീയൻ അതിനെതിരെ പടപൊരുതുവാൻ പ്രേരണയായി തീർന്നത് വന്ദേമാതരമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഭാരതം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ അതിജീവിക്കാൻ എക്കാലത്തും ഭാരതീയന് പ്രേരണയും പ്രചോദനവുമായി തീർന്ന രാഷ്ട്രകാവ്യത്തിൻ്റെ മറ്റൊരു പേരാണ് വന്ദേമാതരം എന്ന്. തുമി വിദ്യ, തുമി ധർമ്മ, തുമി ഹൃദി, തുമി മർമ്മ, ദേവിയായി, ലക്ഷ്മിയായി, ദുർഗയായി, സരസ്വതിയായി, അങ്ങനെ ഭാരതാവനിയെ പല മാതൃസങ്കല്പങ്ങളിലായി മനോഹരമായി ചിത്രീകരിച്ച സമയത്ത് അത് ഹിന്ദു മതാചാരപ്രകാരമായതുകൊണ്ട് തങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പാടാൻ, അല്ലെങ്കിൽ അതിനെ രാഷ്ട്രഗീതമായി കരുതാൻ എന്ന് ചിന്തിച്ചിരുന്ന് രാഷ്ട്രത്തെ വെട്ടിമുറിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിരുന്ന തീവ്ര മുസ്ലിം ചിന്താഗതിക്കാരായിട്ടുണ്ടായിരുന്നവരാൽ നിയന്ത്രിക്കപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്ദേമാതരത്തെ 2 തവണ വെട്ടിമുറിക്കാൻ സാധിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും 1937 വന്ദേമാതരത്തെ വെട്ടിമുറിക്കണമെന്ന തീരുമാനമെടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 1947 നമ്മുടെ രാഷ്ട്രം 2ആയി മാറുകയില്ലായിരുന്നു എന്ന് വേണം ചിന്തിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ, വന്ദേമാതരത്തെ വെട്ടിമുറിച്ചതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാഷ്ട്രത്തെ 2ആയി മുറിക്കുന്ന സമയത്തും അനുഭാവപൂർവം ഒരു മതരാഷ്ട്രത്തെ അനുവദിച്ചു കൊടുത്ത് അവരവിടെ പോയി ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ചതും. എന്നാൽ ഇന്ന് ഈ വന്ദേമാതരത്തെ അംഗീകരിക്കുന്നതിൽ ഇക്കാലത്തും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ പുറത്തു വരുന്നെങ്കിൽ പരസ്യമായി തന്നെ ഇത് ഞങ്ങൾക്ക് അനുവദനീയമല്ല, ഭാരതം മാതാവായി കാണാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല, വെട്ടിമുറിക്കപ്പെട്ടതും പെടാത്തതുമായതും പാടാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നവരുടെ ചിന്താഗതിയാണ് നാം ചിന്തിക്കേണ്ടത്. ഇക്കാലത്തും ഇനി ഒരു രാഷ്ട്രത്തെ മുറിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുഗുണമായി വീണ്ടും മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഭാരതത്തിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള വിമത ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. വന്ദേ മാതരം, അമ്മയെ ഞാൻ വണങ്ങുന്നു. അമ്മയായി ഭാരതത്തെ സങ്കല്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ വന്ദേ മാതരം എന്ന വാക്യം
അഭിമാനത്തോടു കൂടി മുഴക്കുവാൻ സാധിക്കുകയുള്ളൂ. ഭാരതത്തിൻ്റെ ആത്മാവായ ഈ ഗീതത്തെ ആദ്യത്തെ അംഗീകരിക്കപ്പെട്ടു എന്ന് വിമർശകർ പറയുന്ന വരികളിൽ അമ്മയെ ഞാൻ വണങ്ങുന്നു എന്ന് തന്നെയാണ് ആ വിമർശകരും അംഗീകരിക്കപ്പെട്ട വരികൾ പാടുന്നത്. രാഷ്ട്രത്തെ അമ്മയായി കണ്ടു വണങ്ങുന്നു. ഒപ്പം ഈ ഭാരതാവനിയുടെ മനോഹരമായ സസ്യസമ്പത്തിനെക്കുറിച്ച്, വൃക്ഷലതാദികളെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, ഇവിടുത്തെ നദികളെക്കുറിച്ച്, മലനിരകളെക്കുറിച്ച് ഒക്കെ വിശദീകരിക്കുന്ന ആദ്യത്തെ വരികൾ സുജലാം, ജലം കൊണ്ട് സമ്പന്നമായ, സുഫലാം, ഫലവൃക്ഷാദികൾ കൊണ്ട് സമ്പന്നമായ, മലയജ ശീതളാം, മലയജനിൽ നിന്ന്, മഹാപർവ്വതങ്ങളിൽ നിന്ന് വീശുന്ന തണുത്ത മനോഹരമായ കാറ്റുകൊണ്ട് സമ്പന്നമായ എൻ്റെ അമ്മേ. എത്ര മനോഹരമാണ് അമ്മയെക്കുറിച്ച് മക്കൾ വർണ്ണിക്കുന്ന ഈ ഭാഗം. സസ്യശ്യാമളാം, പച്ചപ്പാർന്ന വിളവുകളാൽ സമൃദ്ധമായ അമ്മ. ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി, വെള്ളി നിലാവ് കൊണ്ട് മനോഹരിതമായ ഭൂപ്രദേശം. രാത്രികാലങ്ങളിൽ ചെറിയ നിലാവിൻ്റെ വെളിച്ചത്തിൽ എത്ര സുന്ദരിയാണ് എൻ്റെ അമ്മ. ഫുല്ലകുസ്മിത ദ്രുമതല ശോഭിനീം, പൂത്തുലഞ്ഞ മരങ്ങളും ഇലകളും കൊണ്ട് സമ്പന്നമായ എൻ്റെ അമ്മേ. സുഹാസിനി, പുഞ്ചിരി തൂവുന്നവൾ. സുമധുരഭാഷിണി, മധുരമായി സംസാരിക്കുന്നവൾ. സുഖദാം, സന്തോഷം നൽകുന്നവൾ. വരദാം, അനുഗ്രഹം നൽകുന്നവൾ. മാതരം, അമ്മേ. വന്ദേ മാതരം, അമ്മേ. അമ്മയ്ക്ക് പ്രണാമം. കോടി കോടി കണ്ഠ കളകള നിനാദ കരാളേ. അതായത് അമ്മയുടെ മക്കളെക്കുറിച്ചുള്ള വരികളാണ്. ഇത് നിരോധിക്കപ്പെട്ട വരികളാണെന്നും കൂടി നമ്മൾ ആലോചിക്കണമേ. കോടി കോടി കണ്ഠ കളകള നിനാദ കരാളേ. കോടിക്കണക്കിന് മക്കളുടെ ശബ്ദവും ശക്തിയും അമ്മയ്ക്ക് പിന്തുണയാണ്. ഇതിൽ ഭയപ്പെടുത്തുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മയുടെ മക്കൾ അവർ സമ്പന്നരാണ്. വിദ്യ കൊണ്ടും സമ്പത്തുകൊണ്ടും ജ്ഞാനം കൊണ്ടും ശീലം കൊണ്ടുമൊക്കെ അവർ സമ്പന്നരാണ്. ഇങ്ങനെയുള്ള അമ്മ എങ്ങനെ പരാജയപ്പെടാനാണ്? അബല കേനമ ഏതബലേ. ഇങ്ങനെയുള്ള അമ്മയെ എങ്ങനെ ദുർബല എന്ന് വിളിക്കാൻ കഴിയും? തുമി ദുർഗ ദശപ്രഹരണധാരിണി. തുമി ദുർഗ, അല്ലയോ അമ്മേ. അമ്മ ദുർഗയാണ്. അമ്മ ദുർഗയാണ്. ദശപ്രഹരണധാരിണി, 10 കൈകളിലും ആയുധം ധരിച്ചവളാണ് അമ്മ. 10 കൈകളിൽ ആയുധം ധരിച്ചവൾ. നമ്മൾ ആ വരികളിലേക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആക്രമിക്കാൻ വരുന്നവനോട് പ്രത്യാക്രമണം നടത്തിയ പാരമ്പര്യമാണ് തന്നെയാണ് ഭാരതത്തിനുള്ളത്. അത് ഭാരതത്തിൻ്റെ സംഘർഷ ചരിത്രം പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും. സമ്പന്ന രാഷ്ട്രമായിരുന്ന ഭാരതത്തെ ആദ്യമായി ആക്രമിക്കുന്നത് ഗ്രീക്കിൽ നിന്നുള്ള ആക്രമണകാരിയായ സിക്കന്ദറായിരുന്നു. സിക്കന്ദറോട് ഝലം നദിക്കരയിൽ വലിയ യുദ്ധം നടത്തി പരാജയപ്പെടുത്തിയ ഭാരതത്തിൻ്റെ അഭിമാനമായ പോറസിനെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാം. പരാജയം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത കുശാനന്മാർ ഈ ഭാരതത്തിൽ പരാജയപ്പെടുന്നു. ശകന്മാർ ഭാരതത്തിൽ പരാജയപ്പെടുന്നു. ശകന്മാരെ പരാജയപ്പെടുത്തിയ വിക്രമാദിത്യനുമായി ബന്ധപ്പെട്ടിട്ട് ഈ പരാജയ കാലഘട്ടം മുതൽ ശകവർഷം അല്ലെങ്കിൽ വിക്രമാദിത്യ സംവത്സരം എന്ന കാലഗണന തന്നെ ആരംഭിക്കുന്നു. ഹൂണന്മാർ ഗാന്ധാര ദേശം ആക്രമിച്ചപ്പോൾ 12 വർഷമാണ് ഭാരതത്തിൽ ചെറുത്തു നിൽക്കുവാൻ എന്ന് പറയും. ഹൂണന്മാർ ഗാന്ധാര ദേശം ആക്രമിക്കുമ്പോൾ പ്രത്യാക്രമണമായി നടന്ന യുദ്ധം നീണ്ടു നിന്നത് 12 വർഷമാണ്. ഭാനുഗുപ്ത ബാലാദിത്യനും യശോധർമ്മനുമാണ് ഈ പ്രത്യാക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഈ പറഞ്ഞ കുശാനന്മാർ പിന്നീട് ബുദ്ധമതം സ്വീകരിക്കുകയും ശകന്മാരും ഹുണന്മാരുമെല്ലാം ഈ ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തെ സ്വീകരിച്ച് ഭാരതീയരായി മാറി എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിൻ്റെ ഉദയത്തോടു കൂടിയാണ് പിന്നീടുള്ള ആക്രമണം ഭാരതത്തിൽ ഉണ്ടാവുന്നത്. 8-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ഭീകരവാദി മുഹമ്മദ് കാസിം
ഭാരതത്തെ ആക്രമിക്കുന്നു. മുഹമ്മദ് കാസിം രാജാ താഹിറുമായി യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ 2 പെൺകുട്ടികളായ സൂര്യ, പരിമൾ, ഈ 2 കൊച്ചു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാം. അവിടെ രാജാ താഹിർ മരണപ്പെട്ടു എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ആയുധമെടുത്ത് തിരികെ പോരാടി മുഹമ്മദ് കാസിമിനെ വധിച്ച പാരമ്പര്യമാണ് ഭാരതത്തിൻ്റേത്. ഭക്തിയാർ ഖിൽജി നളന്ദ സർവകലാശാല ആക്രമിച്ച് തീയിട്ട് നശിപ്പിച്ച ആക്രമണകാരിയായ ഭക്തിയാർ ഖിൽജിയെ അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ അതിശക്തമായ തിരിച്ചടിയിലൂടെ പരാജയപ്പെടുത്തിയ ആസാമിലെ നാട്ടുരാജാവായ സുരേഷ് പ്രഭു ചരിത്രം രചിക്കുകയാണ്. വ്യത്യസ്തമായ, നാം പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു നാട്ടുരാജാവ്, അദ്ദേഹമാണ് ഭക്തിയാർ ഖിൽജിയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തിയതെന്നും നമുക്ക് കാണാം. പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തുന്നു. അഫ്സൽ ഖാനെ ഛത്രപതി ശിവാജി മഹാരാജ് പരാജയപ്പെടുത്തുന്നു. ഇത്തരത്തിൽ തങ്ങളെ ആരാണോ ആക്രമിച്ചത് അവർക്കൊക്കെ അതിശക്തമായ തിരിച്ചടി കൊടുത്ത വിശ്വവിജയിയായ അലക്സാണ്ടർ പരാജയപ്പെട്ടു പോയ ഭാരതത്തെ നമുക്കറിയാം. വിശ്വവിജയി എന്ന് ചരിത്ര പുസ്തകങ്ങൾ, ഇടത് ചരിത്രകാരന്മാർ നമ്മെ പഠിപ്പിച്ചു തന്ന അലക്സാണ്ടർ ഈ ഭാരതത്തിൽ പരാജയപ്പെട്ടു. അലക്സാണ്ടർ 2 സർവ്വസൈന്യാധിപന്മാരെ ഭാരതത്തിലേക്ക് അയക്കുന്നു, ഭാരതത്തെ നശിപ്പിക്കുന്നതിനായി, കീഴ്പ്പെടുത്തുന്നതിനായി. ഫിലിപ്പോസ്, ലൂക്കോസ്, ഇരുവരും പരാജയപ്പെടുന്നു. പിൽപിലാദ മഹർഷിയോട് തിരികെ പോകുമ്പോൾ എന്തെങ്കിലും തരണമെന്നാവശ്യപ്പെട്ടതിൻ്റെ ഫലമായി അദ്ദേഹം സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുക്കുന്നു. ഡൽഹി അയൺ പില്ലറൊക്കെ നിർമ്മിച്ചിരിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീല്. പിന്നീട് നമ്മൾ കണ്ടു ഇൻഡസ്ട്രിയൽ റവല്യൂഷന് കാരണമായ ധാതു സമ്പത്ത് ഒരു നല്ല ശതമാനം ഭാരതത്തിൽ നിന്നാണ് കൊണ്ടുപോയത്. ഈ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ദശപ്രഹരണധാരിണിയായ, സസ്യശ്യാമളയായ, സുമധുരഭാഷിണിയായ, സുഹാസിനിയായ ഭാരതമാതാവ് എത്ര സമ്പന്നയായിരുന്നു എന്നുള്ളത് എത്ര മനോഹരമായാണ് ബങ്കിം ചന്ദ്രൻ വരച്ചു കാട്ടിയത്. അപ്പോൾ കേവലം വന്ദേമാതരത്തിൽ ഭാരതത്തെ ഒരു ഭൂപ്രദേശമായി മാത്രമല്ല, സമ്പന്നയായിരുന്ന അമ്മയെ, മനോഹരിയായ അമ്മയെ, കോടി കോടി മക്കൾക്ക്, വീരപുത്രന്മാർക്ക് ജന്മം നൽകിയ വീരപ്രസവിണിയായ അമ്മയെ, മറ്റൊന്ന് ത്രിശക്തി രൂപിണിയായ ഭാരതമാതാവ്, ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും വിദ്യ പകർന്നു നൽകിയ അമ്മ, ലോകത്തിലെ ആദ്യത്തെ സർവകലാശാലയ്ക്ക് ബീജാവാപം നൽകിയ അമ്മ, ഹെജോയും ഹ്യുയാൻസാങ്ങും പഠിച്ച നളന്ദ സർവകലാശാല ലോകത്തിലെ തന്നെ ആദ്യത്തെ സർവകലാശാലയായിരുന്നു എന്ന് അറിയുന്ന നേരം എത്ര ഹൃദിസ്ഥമായി, എത്ര സുന്ദരമായി, എത്ര ലളിതമായി, എന്താണ് അമ്മ എന്നുള്ള ഒരു ചരിത്രം, ഒരു പാരമ്പര്യം നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുകയായിരുന്നു ബങ്കിം ചന്ദ്രൻ ചെയ്തത് എന്ന് വന്ദേമാതരത്തിലെ ഓരോ വരികളിലേക്കും ഇറങ്ങി പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇതേ വന്ദേമാതരം കോടിക്കണക്കിന് ആക്രമണകാരികളായ ഭാരത സൈനികർക്ക്, ഭാരതത്തിലെ നാട്ടുരാജാക്കന്മാർക്ക്, സ്വാതന്ത്ര്യസമര സേനാനികൾക്ക്, ഏറ്റവും ഒടുവിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭകാരികൾക്ക് വരെ ഊർജം പകർന്നത് എന്ന് ഓരോ വരികളിലേക്ക് സൂക്ഷ്മമായി പോകുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. ഇത്തരത്തിൽ അമ്മയെ, ഈ രാഷ്ട്രത്തെ, രാഷ്ട്രത്തിൻ്റെ ഔന്നത്യത്തെ ഇത്രയേറെ വിശദീകരിക്കുന്ന ഒരു കാവ്യം മറ്റൊരു രാഷ്ട്രത്തിനും അവകാശപ്പെടാനില്ല എന്നുള്ളിടത്താണ് വന്ദേമാതരത്തിൻ്റെ പ്രസക്തി. നമസ്കാരം.